കാൽസോളിലേക്ക് വന്നപ്പോൾ ആ ആക്സിഡന്റ് പറ്റി എനിക്ക് ഫിസിക്കലി ഓടി നടക്കാൻ പറ്റാതായ ഒരു സ്റ്റേജ് ഉണ്ട്. ആ സ്റ്റേജില് കാൽസോളിന്ന് തരുന്ന ഓരോ കാര്യങ്ങളും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ കിടന്നും ചെയ്യാനുണ്ട് എന്നെ പഠിപ്പിച്ചു. എനിക്ക് മെന്റലി ഭയങ്കര പവർ തന്നത് കാൽസോൾ കമ്മ്യൂണിറ്റിയാണ്. ഞാൻ 2026 ഡിസംബറിലേക്കാണ് ആ കോൾ കാർഡ് എഴുതി വെച്ചേക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു 2025 ആകുമ്പോഴേക്കും ഞാൻ ഓൾമോസ്റ്റ് അതിലേക്ക് നീങ്ങുകയാണെന്ന്. സെയിം ഡേ കോഴ്സ് ലോഞ്ച് ചെയ്യുന്നു, സെയിം ഡേ ആ ഒരു 1 lakhലേക്ക് എത്താൻ പറ്റുന്നത് ആ സെയിം ഡേ തന്നെ. ഞാൻ അപ്പൊ തന്നെ സാറിന് മെസ്സേജ് അയച്ചു, സാറേ എനിക്ക് ഹാപ്പി ന്യൂസ് ഷെയർ ചെയ്യാനുണ്ട്, ഇങ്ങനെ 2 കാര്യങ്ങൾ ഒരേ ദിവസം ചെയ്യാൻ പറ്റി. ഹായ് ദോഷി, നമ്മുടെ ഈ ഒരു മീറ്റിംഗിലേക്ക് ഹോൾ ഓഫ് ഫെയിമിലേക്ക് ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഒരുപാട് സന്തോഷം സർ. യെസ്, നമ്മുടെ ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ഇങ്ങനെയുള്ള ഇന്റർവ്യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിലെ ഓരോ ചെറിയ ചെറിയ സന്തോഷങ്ങളും സക്സസ്സും ഒക്കെയും നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ അത് മറ്റൊരാൾക്കും കൂടെ ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് മാറുമെന്നുള്ളതാണ്. സോ നമ്മുടെ ഈ ഒരു ചാനലിലൂടെ യൂട്യൂബിലൂടെയും മറ്റുമൊക്കെ ഈ ഒരു ഇന്റർവ്യൂ കാണുന്ന മെമ്പേഴ്സിന് വേണ്ടിയിട്ട് ദോഷി ഒന്ന് ബാക്ക്ഗ്രൗണ്ട് പറയാമോ? എവിടെയാണ് തുടക്കം, എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്, ഒന്ന് ഒരു ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചൊന്ന് ഷെയർ ചെയ്യാമോ? സാറേ, എന്റെ സ്ഥലം വരുന്നത് പാലാരിവട്ടമാണ്, എറണാകുളത്ത്. ശരിക്കും IT ഫീൽഡിലാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത്. 9th മുതൽ ചിലപ്പോ നമ്മളുടെ പാഷനൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടാവും. പക്ഷെ നമ്മളുടെ സൊസൈറ്റി അല്ലെങ്കിൽ നമ്മുടെ പാരന്റ്സിനോടൊക്കെ ചിലപ്പോൾ നമ്മുടെ വിഷ് നമ്മൾ പറയുന്ന സമയത്ത് ഇപ്പോ ഒബ്വിയസ്ലി നമ്മുടെ പാരന്റ്സിന് പല കൺസേൺസ് ഉണ്ടാവാം. പ്രത്യേകിച്ച് ഞാനൊരു ലേഡിയാണ്. എന്റെയൊക്കെ ചെറുപ്പത്തില് ക്യാമറ യൂസ് ചെയ്യുന്ന ലേഡീസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇപ്പോഴാണെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് അറിയാം ഒരുപാട് ലേഡീസ് മുമ്പോട്ടേക്ക് വരുന്നുണ്ട്. പക്ഷെ ആ സമയത്തൊക്കെ ഞാൻ ഈ പള്ളിപ്പെരുന്നാളിന് നമ്മള് പാരന്റ്സിന്റെ കൂടെ പണ്ടൊക്കെ 10 രൂപ 20 രൂപയാണ് നമുക്ക് തരിക, ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട്. അപ്പം പള്ളിപ്പെരുന്നാളിന്റെ ഫാമിലിയുടെ കൂടെ പോകുമ്പോൾ എന്റെ അനിയത്തിയും ചേച്ചിമാരും ഒക്കെ കുപ്പിവളയും ശിങ്കാർപൂട്ടും ഒക്കെ എടുക്കുന്ന സമയത്ത് എന്റെ ഇഷ്ടം അവിടെ തൂങ്ങിക്കിടക്കുന്ന ഒരു ക്യാമറയിലായിരുന്നു. ഫസ്റ്റ് ഞാൻ ക്യാമറ കാണുന്നത് ആ കളിപ്പാട്ടം ക്യാമറയിൽ കൂടിയാണ്, ആ വ്യൂ ഫൈൻഡർ ആണ് ഞാൻ കാണുന്നത്. അതിൻ്റെ അത് കണ്ട ചിത്രങ്ങൾ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ പക്ഷികള് അല്ലെങ്കിൽ ഫിലിം സ്റ്റാർസ്, അങ്ങനെ പല. അന്നാണ് ക്യാമറയോട് ഒരു ഇഷ്ടം തോന്നുന്നത്. അപ്പൊ അന്ന് മുതലേ ഈ 9th മുതലേ ചെറുപ്പത്തിൽ തുടങ്ങിയ ഇഷ്ടം ഈ 9th ആയപ്പോഴേക്കും പതുക്കെ വിടരാൻ തുടങ്ങി. അപ്പൊ അന്ന് നമ്മള് 10th ക്ലാസ് ഒക്കെ കഴിയുന്ന സമയത്ത് എനിക്ക് ഫിലിം സ്കൂളിൽ പോകണം, അല്ലെങ്കിൽ എനിക്ക് ക്യാമറയെ പറ്റി പഠിക്കണം, സിനിമാറ്റോഗ്രഫീനെ പറ്റി പഠിക്കണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പാരന്റ്സിനെ ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു പെൺകുട്ടിയാണ്, അവളെ കല്യാണം കഴിപ്പിച്ച് അയക്കണം, അന്നൊക്കെ അതാണ് മെയിൻ ഇന്റൻഷൻ. ഇന്നും എനിക്ക് തോന്നുന്നു മിക്ക പാരന്റ്സിന്റെ അതൊക്കെ കൺസേൺ ആയിരിക്കാം. ഇപ്പോഴും എന്റെ അമ്മയ്ക്ക് ടെൻഷനാണ്. അപ്പോ എന്റെ അടുത്ത് ചോദിക്കുക, മോളെ നീ ക്യാമറയൊക്കെ തൂക്കിക്കൊണ്ട് നടന്നാൽ നിന്നെ ഞാൻ എങ്ങനെ കല്യാണം കഴിപ്പിക്കും, ആരെങ്കിലും നിന്നെ കല്യാണം കഴിക്കുമോ, പറയാനൊരു നമുക്കൊരു ഡിഗ്രി വേണ്ടേ, നീ ഒരു കാര്യം ചെയ്യ്, നീ ഡിഗ്രി എടുക്ക്, എന്നിട്ട് നീ ജോലിയൊക്കെ ആയി കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ട് എന്ത് വേണം ചെയ്തോന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പിന്നെ ആ ആഗ്രഹമൊക്കെ വിട്ടു, അതിനെപ്പറ്റി ഒന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ +2 കഴിഞ്ഞു, എഞ്ചിനീയറിംഗിന് ചേർന്നു. എഞ്ചിനീയറിംഗ് എനിക്ക് ഇഷ്ടമുള്ള ഫീൽഡ് തന്നെയാണ്. ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട്സ് എനിക്ക് എപ്പോഴും ഇൻട്രസ്റ്റ് വരുന്ന ഒരു കാര്യമാണ്. അപ്പം കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിന് ചേർന്നു. അവിടെ കോഴ്സ് കഴിഞ്ഞ് 2011 ഞാൻ സോഫ്റ്റ്വെയർ ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്യാൻ കയറി. സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് എനിക്ക് അത്രയും എക്സൈറ്റിംഗ് ആയിരുന്നില്ല, എനിക്ക് വളരെ ഹെക്ടിക് ആയിട്ടാണ് ഫീൽ ചെയ്തത്. പ്രത്യേകിച്ച് കോഡിംഗ് ഒന്നും എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ അല്ല. പിന്നെ എന്തുകൊണ്ട് കമ്പ്യൂട്ടർ സയൻസ് എടുത്തു എന്ന് ചോദിച്ചാൽ എനിക്ക് ഇപ്പോഴും അറിയില്ല. പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ IT തന്നെ സെയിൽസിലേക്ക് കയറാൻ തുടങ്ങി. സോഫ്റ്റ്വെയർ ഡെമോൺസ്ട്രേഷൻ ഒക്കെ പല ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സെയിൽസിലേക്ക് കയറിയപ്പോൾ അവിടെ ഞാൻ ഭയങ്കരമായിട്ട് എല്ലാവരും ഞാൻ ദുബായിലെ എറണാകുളത്താണ് ആദ്യം വർക്ക് ചെയ്തിരുന്നത്. അത് കഴിഞ്ഞ് ദുബായിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അവിടെ എനിക്ക് ഭയങ്കര ഗ്രോത്ത് ആയിരുന്നു, ഓരോ കമ്പനീസിലും ഭയങ്കര ഗ്രോത്ത് ആയിരുന്നു. സെയിൽസ് ഒക്കെ പടപടേത് ക്ലോസ് ചെയ്യാൻ തുടങ്ങി. ഡെമോൺസ്ട്രേഷൻ കാണിക്കുമ്പോഴും ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുമ്പോഴും എല്ലാവർക്കും അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയോണ്ടാണ്
കൊണ്ടായിരിക്കാം എനിക്ക് ക്ലോസ് ചെയ്യാൻ പറ്റിയത്. അപ്പൊ അങ്ങനെ ദുബായിൽ ലൈസൻസ് എടുത്തു, ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു. അപ്പൊ അങ്ങനെ ഒരു ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ മോൻ ഇവിടെയായിരുന്നു. ഞങ്ങൾ ഫാമിലി അവിടെ സെറ്റിൽഡ് ആയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ മോനെ ഇവിടെ പഠിപ്പിക്കാൻ വേണ്ടി വിട്ടു. അപ്പം ആ സമയത്ത് അമ്മയ്ക്ക് ഓൺലൈനിൽ കോവിഡ് വന്ന സമയത്ത് അമ്മയ്ക്ക് ഓൺലൈനിലെല്ലാം പറഞ്ഞു കൊടുക്കാൻ അറിയില്ല, അപ്ലോഡ് ചെയ്യാൻ അറിയില്ല. അപ്പൊ അമ്മ പറഞ്ഞു, മോളെ നീ റിസൈൻ ചെയ്ത് പോരെ, എനിക്ക് മോനെ തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, ഇത് ഫുള്ള് ഹോംവർക്കും കാര്യങ്ങളും ഒക്കെ തരുന്ന ഓൺലൈനിലാണ്, എനിക്കത് അറിയില്ല, നീ വന്നിട്ട് കോവിഡൊക്കെ മാറിക്കഴിഞ്ഞ് നീ തിരിച്ചു വെക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓൾറെഡി എന്റെ കോൺട്രാക്ട് തീരുന്ന സമയമായിരുന്നു. ഞാൻ ആ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്ത് നാട്ടിലേക്ക് വന്നു. നാട്ടിൽ നമ്മൾ 2011 മുതലേ കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്തിരുന്ന എനിക്ക് വീട്ടിൽ വന്ന് കുറച്ച് ദിവസം ഒരു 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്ക് പ്രത്യേകിച്ച് കോവിഡും കൂടിയാണ്, വീടിന്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് തുടങ്ങിയപ്പോഴേക്കും എനിക്ക് ഒന്നും ചെയ്യുന്നില്ലല്ലോ, മോനെ നോക്കുന്നു, അടുക്കളയിൽ കയറി പാചകം ചെയ്യുന്നു, അത് തന്നെയാണ് ഡെയിലി റൊട്ടീൻ വരുന്നത്. വേറെ ഒന്നും എനിക്കായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോ ഞാൻ ഓർത്തു, ഓക്കെ, എനിക്ക് നമ്മൾ സേവ് ചെയ്ത കുറച്ച് എമൗണ്ട് ഉണ്ട് കയ്യില്, അതുപോലെ നമുക്ക് റിസൈൻ ചെയ്ത് വരുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പൊ അത് വെച്ച് എന്റെ പഴയ ആഗ്രഹത്തിന് ഒന്ന് പൊടിതട്ടി എടുത്തുകൂടിയെന്ന് ഉള്ളിലൊരു തോന്നലുണ്ടായി. സിനിമാറ്റോഗ്രഫീനെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തുകൂടെ, ഓൾറെഡി കല്യാണം കഴിഞ്ഞത് എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തോളാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സപ്പോർട്ടീവ് ആണ് ആൾക്ക് സിനിമ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ആളൊരു ക്രിയേറ്റീവ് പേഴ്സൺ ആണ്, മിമിക്രി ഒക്കെ ചെയ്യും. അപ്പൊ ആളുടെ അടുത്ത് പറഞ്ഞപ്പോ ആൾക്ക് ഭയങ്കര സപ്പോർട്ട്. അപ്പൊ ഇഷ്ടമുള്ളത് ചെയ്തോ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ആഡ് കാണുകയും ഒരു കോഴ്സിന് സിനിമാറ്റോഗ്രഫിയുടെ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുകയും ചെയ്യുന്നത്. കോഴ്സിന് ജോയിൻ ചെയ്ത് അത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കി ഉടനെ തന്നെ ഒരു 4 സിനിമയിൽ എനിക്ക് അസിസ്റ്റ് ചെയ്യാനായിട്ട് അവസരം കിട്ടി. ഏറ്റവും ലേറ്റസ്റ്റ് ഒരു മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് കാതൽ ദി കൂർ എന്ന് പറയുന്ന മൂവിയിൽ അസിസ്റ്റന്റ് സിനിമാറ്റോഗ്രാഫറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഓരോ മൂവീസ് കഴിയുമ്പോഴും നമുക്ക് ബ്രേക്ക് വരും. ഈ ബ്രേക്ക് വരുന്ന സമയത്ത് നമ്മൾ പല ബിസിനസ് ഓണേഴ്സിന് വേണ്ടി വർക്ക് ചെയ്യാൻ തുടങ്ങി. ക്യാമറ സ്വന്തമായിട്ട് വാങ്ങി. ജൂലൈ 18 തീയതിയാണ് ക്യാമറ വാങ്ങുന്നത്, ലാസ്റ്റ് ഇയർ. അപ്പോ 18 തീയതി ക്യാമറ വാങ്ങി പല ബിസിനസ് ഓണേഴ്സിനും വേണ്ടി ബ്രേക്ക് ടൈമിൽ അവരുടെ ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യുന്ന വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി, അഡ്വർടൈസ്മെന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും എനിക്കത് വളരെ എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. മാത്രമല്ല പാരലലി നമുക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, സിനിമയിൽ നിന്ന് മാത്രമല്ല. കാരണം ദുബായിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30-ാം തീയതി എന്ന് പറയുന്ന ഒരു ദിവസം ഉണ്ടെങ്കിൽ അക്കൗണ്ടിൽ നിറച്ച് കാശ് വരും. പിന്നെ അത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കുറച്ച് ഫാമിലിക്ക് കൊടുക്കും, പിന്നെ നമ്മുടെ സേവിങ്സിലേക്ക് മാറ്റി വയ്ക്കും. അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലിലാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ റിസൈൻ ചെയ്ത് വന്നപ്പോഴേക്കും നമ്മള് ഉള്ള സേവിങ്സ് മുഴുവൻ കോഴ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. പിന്നെ അങ്ങോട്ട് പിരിമുറുക്കങ്ങൾ വന്നു തുടങ്ങി. അപ്പൊ ആ ഒരു സമയമൊക്കെ നമുക്ക് ഈ അഡീഷണൽ സോഴ്സ് ഓഫ് ഇൻകം ജനറേറ്റ് ചെയ്തേ പറ്റൂ. അപ്പോ അവിടുത്തെ എമൗണ്ട് വെച്ച് ഒരിക്കലും നമുക്ക് ഇവിടെ കിട്ടില്ല. പക്ഷെ നമ്മളുടെ പാഷനെ പുറകെ ഫോളോ ചെയ്ത് പോകുമ്പോൾ വരുന്ന സാക്രിഫൈസസ് നമുക്ക് ഒരു പോയിന്റിലൊക്കെ സന്തോഷം തരുന്നുണ്ട്. ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് അതിന്റെ ഔട്ട് കാണുമ്പോൾ ഒരു ഗൂസ് ബംസ് ഒക്കെ എവിടെയൊക്കെയോ ഫീൽ ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഫേസ്ബുക്ക് അഡ്വർടൈസ്മെന്റ്സ് കുത്തിയിരുന്ന് തന്നെ പഠിച്ചതിന് ശേഷം ഞാൻ ഒരു ദിവസം അഡ്വർടൈസ്മെന്റ് ഇട്ടപ്പോഴേക്കും എനിക്ക് ഒരുപാട് ലീഡ്സ് വരാൻ തുടങ്ങി. ഒരുപാട് ലീഡ്സ് വന്നപ്പോൾ എനിക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. ഇത് ആകെ നമ്മൾ ഒറ്റയ്ക്കാണ് വൺ മാൻ ഷോ പോലെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ കുത്തിയിരുന്ന് എല്ലാ കസ്റ്റമേഴ്സിനെയും പ്രോപ്പറായിട്ട് വിളിച്ച് ഒരു 1 വീക്ക് ഞാൻ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്ത് എല്ലാവരുമായിട്ടൊരു റാപ്പോ ബിൽഡ് ചെയ്തു. അതിനുശേഷം ഞാൻ തീരുമാനിച്ചു, ഇനി ഞാൻ ഫേസ്ബുക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ ഒരു ഓട്ടോമേഷൻ എന്ന് പറയുന്ന ഒരു എന്തെങ്കിലും ഒരു സംഭവം എനിക്ക് കണ്ടുപിടിച്ച് വെക്കണം, ഇല്ലെങ്കിൽ ഞാൻ കിടന്ന് കഷ്ടപ്പെടുമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ അങ്ങനെ ഞാൻ ഓട്ടോമേഷനെ പറ്റി യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോഴാണ് നമ്മളുടെ കാൽസോളിലെ പ്രവീൺ സാറിന്റെ കോഴ്സിലേക്ക് വരുന്നത്. അപ്പൊ അങ്ങനെ ആ വെബിനാറിൽ ഞാൻ അന്ന് തന്നെ കോണ്ടാക്ട് ചെയ്തു. വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്തപ്പോൾ എന്നെ ഒരു വെബിനാറിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. വെബിനാറിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല. എനിക്ക് വേണ്ടത് അവിടെ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അത്രയും എന്താ പറയാ, അത്രയും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സെഷൻസ് ആണ് നമുക്ക് കാണിച്ചു തന്നെ ആ വെബിനാറിൽ പറഞ്ഞത്. അപ്പോ ഞാൻ അപ്പൊ തന്നെ ജോയിൻ ചെയ്തു. പക്ഷെ എനിക്കറിയില്ല, ഞാൻ ഇങ്ങനെ ഒരു കോഴ്സിന് ഞാൻ ഇതുവരെ ഓൺലൈനിൽ അങ്ങനെ ജോയിൻ ചെയ്തിട്ടില്ല. അവിടെ എനിക്ക് കിട്ടിയതെന്ന് പറയുന്നത് ശരിക്കും എനിക്ക് എടുത്തു പറയാൻ തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, സ്കൂളിലൊക്കെ നമുക്ക് ഫാമിലിയുടെ ഇമ്പോർട്ടൻസ് പറഞ്ഞു തരും. പക്ഷെ എനിക്ക് തോന്നുന്നു കുറെ നമുക്ക്
അതിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കിട്ടേണ്ടത് വലുതാവുമ്പോഴാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സാർ എപ്പോഴും ഫാമിലിനെ ചേർത്ത് പിടിക്കുന്നതിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എൻ്റെ ലൈഫിൽ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. വലുതാവുമ്പോൾ നമ്മൾ പലതിൻ്റെയും തിരക്കിപ്പെട്ടു പോകുന്ന സമയത്ത് ചിലപ്പോൾ നമ്മളുടെ പ്രിയപ്പെട്ടവരെ അവരെപ്പോഴും അവിടെ തന്നെ ഉണ്ടല്ലോ, അവരുടെ സ്നേഹം പോവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചിലപ്പം ഗൗനിക്കാതെ പോയിട്ടുണ്ട് പല പല സമയങ്ങളിൽ. പക്ഷെ അങ്ങനെയല്ല, അവർക്ക് കൊടുക്കേണ്ടത് അവർക്ക് കൊടുക്കണം. സാർ എപ്പോഴും പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്, മരുന്നെടുത്ത് കൊടുക്കാനാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അമ്മയ്ക്ക് നിങ്ങളെ ആവശ്യമില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസിന് നിങ്ങളെ ആവശ്യമില്ല. പക്ഷെ ഒന്ന് ചേർത്ത് പിടിക്കാനോ അല്ലെങ്കിൽ അവരുടെ കൈ പിടിച്ച് നടക്കാനോ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അവിടെയാണ് നിങ്ങളുടെ പാരൻസിന് ആവശ്യം എന്ന് പറയുന്ന പോയിന്റ്സ് ഒക്കെ. അങ്ങനെ ഓരോ വെബിനാറിലും അല്ലെങ്കിൽ ഓരോ കോഴ്സിന്റെ സമയത്തും നമുക്ക് ഓരോരോ കാര്യങ്ങളാണ് കിട്ടുക. അതാണ് എനിക്ക് ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് പറയാൻ തോന്നുന്ന കാര്യം, ഫാമിലിയുടെ ഇമ്പോർട്ടൻസ്. സെക്കൻഡ് എന്ന് പറയുന്നത്, ഞാൻ ഒരിക്കലും ഗോൾ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. എനിക്കറിയാം ഞാൻ സിനിമാറ്റോഗ്രഫിനെയാണ് ഫോളോ ചെയ്യുന്നത്, ക്യാമറയാണ് എനിക്ക് ഹാപ്പിനെസ് തരുന്നത്, അതിനെപ്പറ്റി പഠിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ അതിൽ ബെസ്റ്റ് ഒന്നും അല്ല, എങ്കിലും അതിനെപ്പറ്റി പഠിക്കാൻ ഞാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്നുണ്ട്. പഠിക്കുക എന്ന് പറയുന്ന പ്രോസസ്സിനെ ഇഷ്ടപ്പെടണം എന്ന് സാർ എപ്പോഴും പറയുന്ന അടുത്തൊരു കാര്യമാണ്. എപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കുക, നമ്മുടെ നോളജിനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോ എനിക്ക് ഗോൾ എന്ന് പറയുന്ന കാര്യം എഴുതണം, അല്ലെങ്കിൽ നമ്മൾ ഒരു ഷിപ്പിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ക്യാപ്റ്റൻ ഇല്ലാത്ത ഷിപ്പിലാണ് കയറുന്നതെങ്കിൽ അത് എവിടെയെങ്കിലും പോവും എന്ന് പറയുന്ന അതെനിക്ക് വളരെ ക്യാച്ചി ആയിട്ട് തോന്നി. അപ്പൊ ഞാൻ ഓർത്തു, ഓക്കെ, ഞാൻ ഇതുവരെ ഗോൾ സെറ്റ് ചെയ്തിട്ടില്ലല്ലോ, ആ ഗോൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്നടക്കം നമ്മളുടെ കോഴ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് ഞാനൊരു ഗോൾ കാർഡ് എഴുതി ശരിക്കും പറഞ്ഞാൽ അതിനൊരു ഞാൻ 2026 ഡിസംബറിലേക്കാണ് ആ ഗോൾ കാർഡ് എഴുതി വെച്ചേക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു 2025 ആകുമ്പോഴേക്കും ഞാൻ ഓൾമോസ്റ്റ് അതിലേക്ക് നീങ്ങുകയാണ് തോന്നുന്നു. അപ്പൊ ഇത്രയും നാളൊരു ലക്ഷ്യമില്ലാണ്ട് എങ്ങനെയോ പോകുന്നതിന് പകരം ഒരു ലക്ഷ്യം വെച്ച് അതിലേക്ക് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോ എനിക്ക് കുറെ കൂടെ യൂണിവേഴ്സ് ഒക്കെ നമ്മളെ അങ്ങ് എന്ത് തടസ്സങ്ങൾ വന്നാലും, ഒരുപാട് തടസ്സങ്ങൾ വന്നു, പക്ഷെ ആ തടസ്സങ്ങൾ വന്നാലും അതിനെയൊക്കെ സോൾവ് ചെയ്ത് മുമ്പോട്ടേക്ക് പോകാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ ക്യാമറ എടുത്തത് ഞാൻ പറഞ്ഞു ജൂലൈ 18 ഞാൻ കാൽസോൾ കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്നത് ജൂൺ 11 അതായത് ലാസ്റ്റ് ഇയർ ജൂലൈ 18 എടുത്തത്. പക്ഷെ 2024 ജൂൺ 11 കാൽസോളിലേക്ക് വരുന്നത്. ജൂലൈ 18 ഞാൻ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് അച്ചീവ് ചെയ്യണം എന്നുള്ള രീതിയിൽ സ്റ്റുഡിയോയ്ക്ക് അഡ്വാൻസ് കൊടുത്തു. സെയിം ഡേ, അതായത് 1 year ആയല്ലോ, അപ്പൊ എന്തെങ്കിലും ആ സെയിം ഡേ ആണ് എനിക്ക് ആക്സിഡന്റ് പറ്റുന്നത്. പക്ഷെ ഈ ആക്സിഡന്റിനെ ഓവർകം ചെയ്യാനുള്ള എല്ലാം, അതായത് നമുക്ക് എൻ്റെ വർക്ക് ഫീൽഡ് ഫിസിക്കലി ഓടി നടന്ന് ചെയ്യേണ്ട ഒരു ഫീൽഡാ. പക്ഷെ കാൽസോളിലേക്ക് വന്നപ്പോ ആ ആക്സിഡന്റ് പറ്റി എനിക്ക് ഫിസിക്കലി ഓടി നടക്കാൻ പറ്റാതായ ഒരു സ്റ്റേജ് ഉണ്ട്. ആ സ്റ്റേജില് കാൽസോളിന്ന് തരുന്ന ഓരോ കാര്യങ്ങളും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ കിടന്നും ചെയ്യാനുണ്ട് എന്നെ പഠിപ്പിച്ചു. കിടന്ന് ഞാൻ വീഡിയോസ് കണ്ടു. സാർ എപ്പോഴും പറയും, നമുക്ക് ഒരു ഏജ് കഴിഞ്ഞാൽ നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഡെവലപ്പ് ചെയ്ത് വെക്കണം. അങ്ങനെയാണ് ഈ ഡിജിറ്റൽ കോഴ്സിനെ പറ്റി ഞാൻ അറിയുന്നത്, അല്ലെങ്കിൽ ഡിജിറ്റൽ ലീഡർഷിപ്പിനെ പറ്റി ഞാൻ അറിയുന്നത്. എനിക്ക് 82 ഫോളോവേഴ്സാണ് ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടായിരുന്നത്. ഞാൻ അങ്ങനെ വീഡിയോ ഒന്നും ചെയ്യാറില്ലായിരുന്നു. ചെയ്യാൻ അറിയാൻ പാടില്ല, പലർക്കും വേണ്ടി വീഡിയോ എടുത്തു കൊടുത്തിട്ടുണ്ട് അവരുടെ ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യാൻ. പക്ഷെ സ്വന്തം ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഒരു വീഡിയോ എടുക്കുന്നതിനെ പറ്റി ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. വർക്കേ ക്ലയൻസ് അവരുടെ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ എനിക്ക് തോന്നി, ഓക്കെ, ശരിയാണ്, സാറ് പറയുന്നത് കറക്റ്റ് അല്ലേ, എനിക്ക് എന്തൊക്കെയോ അറിയാം, എന്തെങ്കിലുമൊക്കെ അറിയാം, ആ അറിയാവുന്ന കാര്യങ്ങള് മറ്റുള്ളവരുടെ ബിസിനസ്സിനെ ഗ്രോ ചെയ്യാനായിട്ട് എനിക്ക് പറഞ്ഞു കൊടുത്തുകൂടെ എന്ന് ഞാൻ ചിന്തിച്ചു. അപ്പം ആ ഒരു പീരീഡില് ഞാൻ സാറ് പറയുന്നത് കേട്ട് വീഡിയോസ് ചെയ്യാനായിട്ട് തുടങ്ങി. ഒരു ആക്സിഡന്റിന് മുമ്പ് വരെ ഞാൻ ഓൾമോസ്റ്റ് വീഡിയോസ് കണ്ടിന്യൂസ്ലി തന്നെ ചെയ്തു. ആക്സിഡന്റിന് കഴിഞ്ഞ് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷെ ചില സമയത്തൊക്കെ പറ്റിയില്ല.
ആ 82 ഫോളോവേഴ്സിൽ നിന്ന് എനിക്ക് ഓൾമോസ്റ്റ് 4000 ഫോളോവേഴ്സിന്റെ അടുത്തേക്ക് എന്റെ ഇൻസ്റ്റാഗ്രാം പേജ് കണ്ടിന്യൂസ്ലി ഒരു 30 ഡേയ്സ് വീഡിയോ ഇട്ടപ്പോഴേക്കും ആ ഒരു ചേഞ്ച് എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റി. അപ്പോ എനിക്ക് മെന്റലി ഭയങ്കര പവർ തന്നത് കാൽസോൾ കമ്മ്യൂണിറ്റിയാണ്. നമ്മള് ഫാമിലിയിൽ നിന്ന് ഇപ്പൊ നമ്മളെ ടേക്ക് കെയർ ചെയ്യും, നമുക്ക് ഫുഡ് തരും. എന്നെ കുളിപ്പിച്ച് തരണമായിരുന്നു. എനിക്ക് ചിലപ്പോൾ സങ്കടം വരും. ഞാൻ പലപ്പോഴും കാൽസോളിലെ മീറ്റിങ്ങിലൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അതെനിക്കൊരു ഫാമിലി തന്നെയാണ്. എന്താ പറയാ, നമുക്ക് വീട്ടിൽ നമ്മളെ വേറൊരാൾ കുളിപ്പിച്ച് തരേണ്ടി വരിക, അപ്പൊക്കെ എവിടേക്കോ നമ്മളൊന്ന് വീക്കായി പോകും. പക്ഷെ നമ്മൾ മീറ്റിംഗിലിരിക്കും, കാൽസോളിലെ മീറ്റിംഗിൽ ഇരിക്കുന്ന സമയത്ത് എനിക്ക് എന്തൊക്കെയാ ചെയ്യാനുള്ളത്, എനിക്ക് ഇത്ര സമയമൊന്നും പോരാ, ഇനിയും വേണം കുറെ സമയം, എനിക്ക് അതിന് മാത്രം കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ളൊരു തോട്ട് എന്നെ ആ വീക്കായി നിൽക്കുന്ന ആ ഒരു സ്റ്റേജിലേക്ക് പോവാതെ എന്നെ പിടിച്ചു നിർത്തിയത് അങ്ങനത്തെ കുറെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന്റെ ഇൻസ്പയർ ചെയ്യുന്ന സ്റ്റോറീസും സാറിന്റെ ഓരോ വാക്കുകളുമാണ്. അപ്പൊ അങ്ങനെ ഡിജിറ്റൽ ലീഡർഷിപ്പ് ബിൽഡ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചു തുടങ്ങി. സാർ എപ്പോഴും ബ്ലൂ ഓഷ്യൻ റെഡ് ഓഷ്യൻ എന്ന് പറയുന്ന കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പോ കസ്റ്റമേഴ്സിനെ നമ്മൾ തേടിപ്പോയി ബാർഗെയിനിങ് ചെയ്ത് അങ്ങനെ വർക്ക് പിടിക്കുന്നതല്ല, പകരം നമ്മളൊരു ഗാർഡൻ ബിൽഡ് ചെയ്ത അതിലേക്ക് പൂമ്പാറ്റകൾ വരണം എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് എനിക്ക് വർക്കൗട്ട് ആയിട്ടുണ്ട് വീഡിയോസ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം. അപ്പോ ഞാൻ ഡിജിറ്റൽ ലീഡർഷിപ്പില് കോഴ്സ് എങ്ങനെയാണ് ബിൽഡ് ചെയ്യുക ഒന്നും എനിക്ക് അറിയില്ല. അത് ഏത് പ്ലാറ്റ്ഫോം വെച്ചിട്ടാണ് ചെയ്യുക അതും അറിയില്ല. അങ്ങനെയാണ് ഞാൻ എപ്പോഴും കേൾക്കുന്നൊരു കാര്യമായിരുന്നു. വീഡിയോ ചലഞ്ച് കഴിഞ്ഞു, വീഡിയോ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തു 10 days. അത് കഴിഞ്ഞ് ഞാൻ എപ്പോഴും മീറ്റിങ്ങില്, നമ്മളെ കാൽസോളിന്റെ മീറ്റിങ്ങിൽ കേൾക്കുന്നതാണ് ഫ്രീഡം ചലഞ്ച് നടക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്റെ ഓൾറെഡി ഞാൻ കോഴ്സിലേക്ക് June 11th വന്നപ്പോഴേക്കും ഫ്രീഡം ചലഞ്ച് ഓൾറെഡി ഒരു 3-4 മിഷൻസ് എങ്ങാണ്ട് കഴിഞ്ഞിരുന്നു. അപ്പൊ നെക്സ്റ്റ് ഫ്രീഡം ചലഞ്ചിലേക്ക് എല്ലാവരും റെഡി ആവുക എന്നൊക്കെ സാറ് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത് എന്താണ് ഈ ഫ്രീഡം ചലഞ്ച്, അതിന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അപ്പൊ ഓക്കെ, ഞാൻ അപ്പോഴേക്കും ആ ഒരു സമയത്ത് കോഴ്സുകൾ പതുക്കെ കുറെയൊക്കെ കണ്ടു. അപ്പൊ എനിക്ക് പറയുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എവിടേക്കോ എനിക്ക് സാറ് പറയുന്ന കാര്യങ്ങൾ എനിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ ഫ്രീഡം ചലഞ്ചിലേക്ക് വരികയാണ്. ഫ്രീഡം ചലഞ്ചിൽ വന്നപ്പോഴാണ് ഒരു കോഴ്സ് എങ്ങനെ, നമ്മൾ ആരാണ്, ഞാൻ വിചാരിച്ചിരുന്ന എനിക്ക് വലിയ കഴിവൊന്നുമില്ല, ഒരു വീഡിയോ എടുക്കും, ക്യാമറ എടുത്ത് വീഡിയോ എടുക്കുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട്. കഴിവ് എല്ലാവർക്കും യൂണീക്കായിട്ട് ദൈവം കൊടുത്തിട്ടുണ്ടെന്നാണ് സാർ ആദ്യം പറയുന്ന ഒരു കാര്യം. ആ യുണീക് പവറിനെ നമ്മൾ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ആ യുണീക് ടാലന്റിനെ നമ്മൾ കണ്ടുപിടിക്കുക, അതിലേക്ക് നമ്മൾ വർക്ക് ചെയ്യുക എന്നുള്ളത് എനിക്ക് മനസ്സിലായി. വീഡിയോ ചെയ്യുന്നത് പലരും ചെയ്യുന്നുണ്ട്, സിനിമാറ്റോഗ്രഫി പഠിച്ചു, പക്ഷെ ഒരു ശില്പി ഒരു ശില്പിനെ ഉണ്ടാക്കാൻ പലർക്കും പറ്റും. പക്ഷെ ആ ശില്പിക്ക് ഒരു രൂപം കൊടുത്ത് അതിനെ ഷേപ്പ് ചെയ്ത് അതിന്റെ കണ്ണും മൂക്കും ചുണ്ടും അതിന്റെ നോട്ടവും ഒക്കെ നമുക്ക് ക്യാച്ചി ആയിട്ട് തോന്നിക്കുന്നത് ആ ശില്പിയുടെ കഴിവാണ്. സിനിമാറ്റോഗ്രഫിയില് എപ്പോഴും എടുത്തു നിൽക്കേണ്ട ഒരു കാര്യമാണ് ലൈറ്റിംഗ്. ഈ ലൈറ്റിങ്ങിനെ നമ്മൾ മോൾഡ് ചെയ്യാന്ന് പറയും, ഷേപ്പ് ചെയ്യാന്ന് പറയും. ഈ ലൈറ്റിങ്ങിനെ ഷേപ്പ് ചെയ്യുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. അപ്പൊ അത് എനിക്ക് തോന്നുന്നു ദൈവം തന്നൊരു കഴിവായിട്ട് ഞാനതിനെ കാണുന്നു. അപ്പം ഈ കഴിവിനെ മറ്റുള്ളവർക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതെല്ലാം സാറിന്റെ കോഴ്സിൽ കൂടെ ഞാൻ ചിന്തിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെയാണ് ഈ ഫ്രീഡം ചലഞ്ചിൽ വന്നപ്പോൾ ആദ്യം ഞാൻ ആരാണ്, നമ്മളുടെ ഒരു പേഴ്സണൽ കോഡക്സ് ആണ് ഫസ്റ്റ് നമുക്ക് ആ മിഷനിൽ സാറിന്റെ ഒപ്പം സാറ് നമ്മളുടെ കയ്യിലേക്ക് എടുത്തു വെച്ച് തരുന്നത്. അപ്പോ പേഴ്സണൽ കോഡക്സ് ഞാൻ വായിച്ചു നോക്കിയപ്പോ എനിക്ക് തോന്നി കൊള്ളാലോ, അത് ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടൊക്കെയാണ് നമുക്ക് എഴുതി തരുന്നത്. അപ്പൊ അത് വായിച്ചു നോക്കിയപ്പോ എനിക്ക് എന്തൊക്കെയോ ഉണ്ട്, ഞാൻ ആരൊക്കെയാണ് എന്നുള്ള ഒരു ചെറിയൊരു കോൺഫിഡൻസ് എനിക്ക് അവിടെ നിന്ന് കിട്ടി. അത് കഴിഞ്ഞ് നമ്മുടെ സെക്കൻഡ് മിഷൻ വരും, ബിസിനസ് കോഡക്സ് വന്നു. അങ്ങനെ ഓരോരോ മിഷൻസ്, ഇപ്പൊ നിഷ് ക്ലാരിറ്റി കോഡക്സ്, ഇതൊക്കെ കഴിഞ്ഞു വരുമ്പോഴേക്കും കൂടുതൽ ക്ലാരിറ്റി നമ്മൾ എന്തിലേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്നുള്ളത് കിട്ടി. ഇനി അങ്ങനെ ഒരു കോഴ്സ് സാർ എപ്പോഴും പറയുന്നത് 499 ഒരു കോഴ്സ് ബിൽഡ് ചെയ്യുക, അതെങ്കിലും നിങ്ങൾ ബിൽഡ് ചെയ്യുക. സാർ അങ്ങനെ ഒരു ദിവസം ഈ പറയുന്ന പോലെ എന്നെ വീട്ടിൽ വിസിറ്റ് ചെയ്യാൻ വന്നിരുന്നു. സാറിന്റെ ഒരു
ട്രാവലിങ്ങിന്റെ ഭാഗമായിട്ട്. അന്നും എനിക്ക് ഒരുപാട് ഹാപ്പിനെസ് കിട്ടിയൊരു ഡേ ആണ്. സാർ എൻ്റെ അടുത്ത് പറഞ്ഞത് നമ്മളുടെ ലൈഫിന്റെ ക്യാപ്റ്റൻ ആരാണ്? നമ്മൾ തന്നെയാണ്. നമ്മളെ ക്യാപ്റ്റൻ ആണെങ്കിൽ നമ്മൾ തീരുമാനിക്കണം നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന്. അപ്പൊ അതിലേക്ക് ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു കോഴ്സ് December 1 ബിൽഡ് ചെയ്യണമെന്ന് ഞാൻ ആദ്യമായിട്ട് ആഗ്രഹിക്കാൻ തുടങ്ങി. ഭാഗ്യം കൊണ്ട് December 1 സാറിന്റെയൊക്കെ സപ്പോർട്ട് കൊണ്ടും ടാഗ് മാംഗോ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിനെ പരിചയപ്പെടുത്തി. അപ്പോ എനിക്ക് എപ്പോഴും ഉള്ള ഡൗട്ടായിരുന്നു, ദൈവമേ, നമ്മൾ കോഴ്സൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ആരെങ്കിലും വാങ്ങുമോ? ഇത് ആരെങ്കിലും വാങ്ങി ഇത് അവർക്ക് ഉപയോഗപ്പെടുവോ എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ആ കോഴ്സ് ലോഞ്ച് ചെയ്യുന്ന മൊമെന്റില് നമുക്ക് കോഴ്സ് ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു 5 സെയിൽസ് നമ്മുടെ കാൽസോൾ കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ എനിക്ക് ക്ലോസ് ചെയ്യാൻ പറ്റി. പ്രത്യേകിച്ച് ഞാൻ ഈ സമയത്ത് എന്നെ വിശ്വസിച്ച് കോഴ്സ് പർച്ചേസ് ചെയ്ത എല്ലാവരോടും ഞാൻ ആത്മാർത്ഥമായിട്ട് നന്ദി പറയുകയാണ്. നിങ്ങളുടെ സപ്പോർട്ടിനും വിശ്വാസത്തിനും ഞാൻ എന്നും ഒപ്പം കൂടെ ഉണ്ടാവും. അപ്പോ ആ കോഴ്സ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞപ്പോ ഞാൻ December 1 കോഴ്സ് ലോഞ്ച് ചെയ്യുന്നത്. അപ്പൊ നവംബറിൽ അക്കൗണ്ട്സ് ഇങ്ങനെ നോക്കിയപ്പോഴാണ് ശരിക്കും എന്നെ ഞെട്ടിച്ചു എന്ന് പറയാം. സ്റ്റുഡിയോ തുടങ്ങി ഇത്രയും നാൾ നമ്മുടെ പാഷനെ ഫോളോ ചെയ്തിട്ട് ദുബായിലെ അത്ര ഇല്ലെങ്കിൽ പോലും ഒരു 1 lakh അച്ചീവ് ചെയ്യാൻ എനിക്ക് പറ്റി. അതെനിക്ക് ഭയങ്കര കോയിൻസിഡൻസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. സെയിം ഡേ കോഴ്സ് ലോഞ്ച് ചെയ്യുന്നു, സെയിം ഡേ അക്കൗണ്ട്സ് ഒക്കെ ഇപ്പൊ ഞാൻ ഓർത്ത് ഓക്കെ ആയില്ല, ഒരു 70 രൂപയൊക്കെ കാണുമായിരിക്കും. ബട്ട് ആ ഒരു 1 lakh എത്താൻ പറ്റുന്നത് ആ സെയിം ഡേ തന്നെ. ഞാൻ അപ്പൊ തന്നെ സാറിന് മെസ്സേജ് അയച്ചു, സാറേ എനിക്ക് ഹാപ്പി ന്യൂസ് ഷെയർ ചെയ്യാനുണ്ട്, ഇങ്ങനെ 2 കാര്യങ്ങൾ ഒരേ ദിവസം ചെയ്യാൻ പറ്റി. അപ്പൊ ഈ ടാഗ് മാംഗോ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമില് എനിക്ക് ഡൗട്ടായിരുന്നു, ഫ്രീ ആയിട്ട് നമ്മൾ കോഴ്സ് പർച്ചേസ് ചെയ്തില്ലെങ്കിൽ അതെങ്ങനെയാ, ആളുകൾക്ക് അത് യൂസ്ഫുൾ ആയെന്ന് തോന്നിയാലല്ലേ നമുക്ക് അതുകൊണ്ട് കാര്യമുള്ളൂ. അപ്പൊ ഇത് ഏത് പ്ലാറ്റ്ഫോമിൽ കാണിക്കും എന്നൊക്കെ ഇരിക്കുന്ന സമയത്താണ് ടാഗ് മാംഗോ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം സാറ് പരിചയപ്പെടുത്തുകയും അതിൻ്റെ അകത്ത് 20 GB വരെ നമുക്ക് ഫ്രീ ആയിട്ട് നമ്മളുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. അപ്പൊ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ എൻ്റെ കണക്കൂട്ടില് കറക്റ്റ് ആയിരുന്നു. ഓൾമോസ്റ്റ് ഒരു 12 GB അടുത്താണ് എനിക്ക് സ്പേസ് വേണ്ടി വന്നുള്ളൂ L0 കോഴ്സിന്. അപ്പോൾ L0 കോഴ്സ് ഞാൻ സ്ട്രക്ചറിൽ തന്നെ സാറിന്റെ ഒക്കെ എല്ലാം നോക്കി, സാർ എങ്ങനെയാണ് കവർ പേജ് ഡിസൈൻ ചെയ്തേക്കുന്നത് അതെല്ലാം നോക്കി കവർ പേജ് ഇട്ടിട്ടുണ്ട്. ഒരു 7 ദിവസത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി എല്ലാവരും കണ്ടിട്ട് അതിന്റെ ഫീഡ്ബാക്ക് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഈ ഡിജിറ്റൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ പറ്റി അറിവ് പോലും ഇല്ലാതിരുന്ന എനിക്ക് ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യാനായിട്ട് എന്നെ ഗൈഡ് ചെയ്ത മെന്ററാണ് പ്രവീൺ സർ. അത് കാൽസോളിൽ നിന്ന് തന്നെയാണ് എനിക്ക് കിട്ടിയത്. ശരിക്കും പല സമയത്തും ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. നമ്മളുടെ അടുത്ത് ഒരു സമയം പറഞ്ഞ് എല്ലാ ദിവസവും 9 PM എങ്ങനെയാണ് ഈ സാറിന് ഇങ്ങനെ 9 PM ഈ സിസ്റ്റത്തിന്റെ മുമ്പിൽ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാതെ വന്നിരിക്കാൻ പറ്റുന്നത്? എത്രമാത്രമാണ് ഡെഡിക്കേഷൻ എല്ലാ മെമ്പേഴ്സിനും വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്? അങ്ങനെയൊക്കെ ഒരുപാട് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എനിക്കൊന്നും തോന്നുന്നില്ല എനിക്ക് ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും. കറക്റ്റ് രാവിലെ ഇങ്ങനെ എണീറ്റ് 4 PM എണീറ്റ് 5 o'clock ആകുമ്പോഴേക്കും മീറ്റിങ്ങിന് വരിക, അത് കഴിഞ്ഞാൽ 9 PM ഷാർപ്പ് വരിക. ഇതിനിടയിൽ പറ്റുന്ന ആൾക്കാരെയൊക്കെ വീടുകളിൽ പോയി വിസിറ്റ് ചെയ്യുക, അവരുടെ കാര്യങ്ങൾ കേൾക്കുക, അവരുടെ പെയിൻസ് കേൾക്കുക, അവർക്കൊരു സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുക. ഹാറ്റ്സ് ഓഫ് സർ. താങ്ക് യു. വളരെ സന്തോഷം. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നന്നായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. വളരെ സന്തോഷമുണ്ട്. ഇത്രയും നാളെ ക്യാമറയുടെ പുറകിൽ നിന്നിട്ട് ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് വരാനായിട്ടും ഒരു 1 lakh അച്ചീവ് ചെയ്യാനായിട്ട് കഴിഞ്ഞു. അതിൻ്റെ ഒരു തുടക്കം മാത്രമാണ് ഈ ഒരു ഹോളോ ഫ്രെയിം. പക്ഷേ നമ്മൾ പലപ്പോഴും നമ്മുടെ കമ്മ്യൂണിറ്റിയിലൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന ഇതുപോലെയുള്ള കാര്യങ്ങളാണ്. ഞാൻ ഈ കമ്മ്യൂണിറ്റി തുടങ്ങുന്ന സമയത്ത് എൻ്റെ മെൻറ്ററോട് ചോദിച്ചൊരു കാര്യം, എനിക്ക് വാല്യൂസ് കൊടുക്കണം അല്ലെങ്കിൽ നല്ലതായിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അത് എങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് വലിയ വ്യക്തതയില്ല. ഇപ്പോൾ പുള്ളി പറഞ്ഞത് നമ്മൾ ടെക്നിക്കൽ കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള നോളജ് ഷെയർ ചെയ്യുന്നതിന് ഉപരിയായിട്ട് ആരുടെയെങ്കിലും ഒരാളുടെ ലൈഫിൽ ഒരു വ്യത്യാസം എത്താൻ കഴിഞ്ഞാൽ അതാണ് ട്രെയിനിങ് എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് ഈ ഓരോ ഹോളോ ഫ്രെയിംസ് കഴിയുമ്പോഴും അതാണ് എനിക്ക് റിഫ്ലക്ഷനായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു തുടക്കം ഒരു 1 lakh എന്നുള്ളത് പെർ മന്ത് 10 lakhന് മുകളിൽ അടുത്ത ഹോളോ ഫ്രെയിംസിലേക്ക് നമ്മൾ തീർച്ചയായിട്ടും വരും.
അങ്ങനെ വരുമ്പോൾ നമ്മൾ എപ്പോഴും കാണേണ്ടത് ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി ക്യാമറയുടെ പുറകെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ വിചാരിക്കുന്നത് എനിക്ക് ക്യാമറയുടെ ഫ്രണ്ടിൽ വരാനുള്ള കഴിവില്ല, പല രീതിയിലുള്ള ഇതും ഒരു പ്രയാസമുണ്ട് അവർ തുടങ്ങി കിട്ടാനായിട്ട്. പക്ഷെ ആ ഒരു തുടക്കം കൊടുക്കാനായിട്ട് ഇതിന് കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന് കഴിഞ്ഞിട്ടുണ്ട്, ദോഷിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറേ മെമ്പേഴ്സ് ഉണ്ട് നമ്മുടെ ഇപ്പോൾ നാട്ടിൽ ക്യാമറയുടെ പുറകിൽ മാത്രം വർക്ക് ചെയ്യുന്നത്. അവരോട് ദോഷിക്ക് ഈ 10 days വീഡിയോ ചലഞ്ചിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ആ ഒരു പ്രോഗ്രാം എങ്ങനെയാണ് ക്യാമറ ഫ്രണ്ടിലൊക്കെ ദോഷി എത്തിച്ചത്? ആക്ച്വലി സ്റ്റേജിലൊക്കെ പോയി സംസാരിക്കാറുണ്ട് നമ്മളുടെ ഫാമിലി ഫങ്ഷൻസിനൊക്കെ. പിന്നെ അതുപോലെ ക്ലാസ്സുകൾ എടുക്കാൻ പോവാറുണ്ട് ക്യാമറയെ പറ്റി പറ്റുന്ന പോലെയൊക്കെ. അപ്പോ ക്യാമറയുടെ പുറകിൽ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ ക്യാമറയുടെ മുമ്പിൽ വന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. ക്യാമറേനെ ഇഷ്ടമുള്ളത് കൊണ്ടാണോന്ന് അറിയില്ല, ഒരു ക്യാമറ ഫിയർ ഒന്നും ഉണ്ടായിട്ടില്ല. നോർമലി ആൾക്കാരോട് സംസാരിക്കുന്ന പോലെ തന്നെ ക്യാമറയുടെ ലെൻസിൽ നോക്കി സംസാരിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. പക്ഷെ ഈ വീഡിയോ ചലഞ്ചിന്റെ 10th day സാറൊരു സംഭവം ഇട്ട് തന്നിട്ടുണ്ട്. അത് സസ്പെൻസ് ആണ്, ഞാൻ പൊളിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് കരഞ്ഞോണ്ടിരുന്നാണ് ഞാൻ അന്നത്തെ ഫീഡ്ബാക്ക് അപ്ലോഡ് ചെയ്തത്. ഞാൻ ഭയങ്കര ഇമോഷണൽ ആയിപ്പോയി. അത്രയും നമ്മളുടെ ലൈഫിൽ കൂടെ നിർത്തി നമുക്ക് ഓരോ ഏണിപ്പടിയായിട്ട് നിന്ന ആൾക്കാരെ ഓരോ സ്റ്റെപ്പ് വെച്ച് നമ്മുടെ ലൈഫിൽ നമ്മളെ കയറാൻ മുമ്പോട്ടേക്ക് പോകാൻ സഹായിച്ച ആൾക്കാരെ എല്ലാം കോണ്ടാക്ട് ചെയ്ത് അവർക്ക് അന്നേ ദിവസം വീഡിയോയിലൂടെ ഒരു മെസ്സേജ് അയച്ചപ്പോ അവരുടെ റെസ്പോൺസും എനിക്ക് എപ്പോഴും ഇമോഷൻസിനെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടമാണ്. ആ ഒരു ഇമോഷണൽ ഫീലിൽ ഇരുന്നപ്പോ കുറേ തോട്ട് പ്രോസസ്സുകൾ പോയി. വീഡിയോ ചലഞ്ച് എനിക്ക് ആ ഒരു റിലേഷൻഷിപ്സിലാണ് മെയിനായിട്ട് ബെനിഫിഷ്യൽ ആയത്. വീഡിയോ ചലഞ്ച് വീഡിയോയുടെ മുമ്പിലേക്ക് വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കണ്ടിന്യൂസ്ലി ഒരു 100 വീഡിയോസ് 10 days വഴി ചെയ്യുന്നതിലൂടെ തീർച്ചയായിട്ടും നമ്മളുടെ ആ ക്യാമറ ഫിയർ അങ്ങ് മാറിക്കിട്ടും. നമ്മളെ പൊളിച്ച് ഒരു പരുവത്തിലാക്കി കൈ തരും. പക്ഷെ അതിന് നിന്ന് കൊടുക്കാനുള്ള മനസ്സ് കാണിച്ചാൽ മതി. നിന്ന് കൊടുക്കുക എന്നുള്ളതാണ് സാർ എവിടെയോ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. നമ്മളെ ഒരു കടലിലേക്ക് തള്ളിയിടാൻ ആരെങ്കിലും ശ്രമിക്കുന്ന സമയത്ത് നമ്മുടെ മെന്ററാണ് ശ്രമിക്കുന്നതെങ്കിൽ അങ്ങ് നിന്ന് കൊടുത്തേക്കുക, നല്ലതിനായിരിക്കും എന്ന് പറയുന്ന പോലെ ആ വീഡിയോ ചലഞ്ചിലൊന്ന് നിന്ന് കൊടുക്കുക. കഴിയുന്നത്ര വീഡിയോസ് ആ 10 days ചെയ്യാൻ ശ്രമിക്കുക. 100ാമത്തെ വീഡിയോയും 1ാമത്തെ വീഡിയോയും തമ്മിലൊരു വലിയ വ്യത്യാസം എല്ലാവർക്കും കാണാൻ പറ്റും. സോ നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്ന ആരെങ്കിലും ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 10 days വീഡിയോ ചലഞ്ചിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. സൗജന്യമായിട്ട് ഏതൊരാൾക്കും ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാം. ഈ 10 days വീഡിയോ ചലഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ഞാൻ പറയാം. 10 ദിവസം കൊണ്ട് 100 വീഡിയോസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. 1ാമത്തെ ദിവസം നിങ്ങൾ ലെങ്തി വീഡിയോസ് ഒന്നും അല്ല, 1 minute അല്ലെങ്കിൽ 30 സെക്കൻഡിലെ കുഞ്ഞു വീഡിയോസ് ചെയ്യുക, 10 എണ്ണം ചെയ്യുക. അത് നമ്മുടെ കൂട്ടുകാരോട് ഒരു വോയിസ് മെസ്സേജ് അയക്കുമ്പോൾ തിരിച്ച് വീഡിയോയിലൂടെ റിപ്ലൈ ചെയ്യുക എന്ന് പറയുന്ന കൺവീനിയൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻസിലൂടെ മുന്നോട്ട് പോകും. അങ്ങനെ ഒരു ദിവസം 10 വീഡിയോ, 2ാമത്തെ ദിവസം 10 വീഡിയോ, അങ്ങനെ ആ ഗൈഡൻസ് അനുസരിച്ച് ചെയ്തു വരുമ്പോൾ 10ാമത്തെ ദിവസം ആകുമ്പം ദോഷി പറഞ്ഞു വെച്ചതുപോലെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുന്ന ഒരു വീഡിയോ മൊമെന്റ് ഉണ്ട്. അതായത് ഇമോഷണലി നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് എനിക്ക് ലോകത്തിന്റെ ഏത് ഭാഗത്തിരിക്കുന്ന ഒരാളുടെയും മനസ്സിനെ സ്വാധീനിക്കാൻ കഴിയും, അല്ലെങ്കിൽ വീഡിയോസിലൂടെ ആൾക്കാരെ കണക്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ ആ ഒരു പവർ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ 1ാമത്തെ വീഡിയോയും 100ാമത്തെ വീഡിയോയും തമ്മിൽ വലിയൊരു മാസീവായിട്ടുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതുവരെയും വീഡിയോസ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പ്രയോജനപ്പെടുത്താനായിട്ട് കഴിയും. ഇനി നമ്മുടെ ഈ ഒരു കാൽസോൾ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാത്ത മെമ്പേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോട് ദോഷിക്ക് ഇത്രയും സംസാരിച്ചതിൽ എന്താണ് ഷെയർ ചെയ്യാനുള്ളത്? പ്രത്യേകിച്ച് നമ്മൾ പലപ്പോഴും ഈ ഒരു വെബിനാറൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ഒരു മെൻറ്ററുടെ വെബിനാറിൽ രാത്രി 11 മണിക്കാണ് പങ്കെടുക്കുന്നത്. ഇപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്, ആ രാത്രി 11 മണിക്ക് കണ്ട വെബിനാർ ഞാൻ അറിയാതെ കാണാതെ പോയിരുന്നെങ്കിലോ എന്ന് ഞാൻ ചിന്തിക്കും. പക്ഷേ എങ്കിൽ എൻ്റെ ലൈഫ് ടോട്ടലി പഴയതുപോലെ ആയിരിക്കും, തിരക്ക് പിടിച്ച ലൈഫായിരിക്കും. പക്ഷെ അന്ന് ആ ഒരു വെബിനാർ കാണുകയും കണ്ട സെക്കൻഡിൽ അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാൻ കഴിഞ്ഞതുകൊണ്ടാണ് ടോട്ടൽ എനിക്കൊരു വ്യത്യാസവും ഒരു ഫ്രീ ടൈം, ഫാമിലി ടൈമൊക്കെ കിട്ടിയത്. അപ്പോൾ അതുപോലെ ഇപ്പോഴും പല ആൾക്കാർ വേണോ വേണ്ടയോ എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നവരുണ്ടാവും ഈ കമ്മ്യൂണിറ്റിയിലൊക്കെ ജോയിൻ ചെയ്യാനായിട്ട്. അങ്ങനെയുള്ള മെമ്പേഴ്സിനോട് എന്താണ് ദോഷിക്ക് ഫൈനലി ഷെയർ ചെയ്യാനായിട്ടുള്ളത്? ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ശരിക്കും കാൽസോളിലേക്ക് ഈ ഓട്ടോമേഷന് മുമ്പ് എപ്പോഴും ഞാൻ ഈ വീഡിയോ ചലഞ്ചിന്റെ ഒരു യൂട്യൂബിലൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞപ്പോ ഞാൻ വെറുതെ രജിസ്റ്റർ ചെയ്തിട്ടിരുന്നു.
പക്ഷെ ഞാനത് കണ്ടൊന്നുമില്ല. എന്തൊക്കെയോ തിരക്കുകൾ വന്നപ്പോ അത് ഓക്കെ അവിടെ കിടപ്പുണ്ടല്ലോ കാണാം എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിരുന്നു. പക്ഷെ ആ ഓട്ടോമേഷന്റെ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴാണ് കാൽസോളിലേക്ക് വന്നത്. ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ വീഡിയോ ചലഞ്ചിൽ ഇത്രയും വലിയൊരു കാര്യം സാറ് ഒരു മിസ്റ്ററി പോലെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്ക് 10ാമത്തെ ദിവസം മനസ്സിലാവും. അപ്പോ വീഡിയോ ചലഞ്ച് ഇപ്പൊ സാറ് പറഞ്ഞ പോലെ താഴെ സാറ് ലിങ്ക് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ സാർ ആക്സസ് തരുമായിരിക്കും. അതിലൊന്ന് പങ്കെടുത്ത് നോക്കുക. അതിൽ പങ്കെടുത്ത് നോക്കുമ്പോൾ തന്നെ നമ്മളിൽ വരുന്ന ചേഞ്ച്, ഞാൻ വീഡിയോ ചലഞ്ചിനെ അന്ന് നോക്കിയിരുന്നില്ല, പക്ഷെ നിങ്ങളൊന്ന് നോക്കി നോക്കുക. അപ്പൊ ഒരു ചേഞ്ച് നിങ്ങൾക്ക് എന്തായാലും ഫീൽ ചെയ്യും. നിങ്ങളുടെ ഇമോഷൻസിനെ 10ാമത്തെ ദിവസം നിങ്ങൾക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റും. നിങ്ങൾ ചിലപ്പോൾ കരയും, പക്ഷെ അതിൽ നിന്ന് നിങ്ങൾ എന്തായാലും കാൽസോളിലേക്ക് ജോയിൻ ചെയ്യും. ആ 10 days വീഡിയോ ചലഞ്ച് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കിട്ടുന്നത് സാറിന്റെ കോഴ്സ് 8,000 ആണെങ്കിൽ പോലും അതിനേക്കാളും വലിയ കാര്യങ്ങളാണ്. നമുക്കൊരു സ്കൂളിലോ അല്ലെങ്കിൽ കോളേജിലോ ഇപ്പൊ തന്നെ ഫാമിലിയുടെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, നമ്മളെ ആരെങ്കിലും ഒക്കെ ഓർമ്മിപ്പിക്കണം എന്ന് തോന്നുന്നു. എനിക്കറിയില്ല ഈ വീഡിയോ കാണുന്ന എത്ര പേര് പാരന്റ്സിനെ ഇപ്പോഴും ഹഗ് ചെയ്യുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ ദിവസം നമ്മളുടെ കമ്മ്യൂണിറ്റി മീറ്റിംഗില് ഞാൻ ഓർക്കുന്നുണ്ട് ഒരു കരച്ചിൽ. നമ്മള് പാരന്റ്സിനെ കെട്ടിപ്പിടിക്കുമ്പോൾ ചിലപ്പോൾ കുറെ നാള് കൂടിയാണ് നമ്മള് കെട്ടിപ്പിടിക്കുന്നെങ്കിൽ നമ്മൾ കരഞ്ഞു പോകും. ഞാൻ കരഞ്ഞിട്ടുണ്ട് ചില സമയത്ത്. സാറ് പറയുന്നത് കേട്ടിട്ട് ഞാൻ ആദ്യം തന്നെ ഓടിപ്പിക്കാൻ പറ്റില്ലല്ലോ, അപ്പൊ നമ്മൾ പതുക്കെ കയ്യൊക്കെ പിടിച്ചിങ്ങനെ നടക്കാനൊക്കെയാണ് ആദ്യം നോക്കിയത്. ആ സമയത്ത് നമ്മൾ ആ ഇമോഷൻസിനെ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു വലിയ ചേഞ്ച് ഇപ്പോ നമ്മുടെ ബിസിനസ്സിന് മാത്രമല്ല നമ്മുടെ ഫാമിലിയിലും വലിയൊരു ചേഞ്ച് കാൽസോൾ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും റിഫ്ലക്ട് ചെയ്യും. അത് റിഫ്ലക്ട് ചെയ്യും. ഫാമിലി ആണല്ലോ നമുക്ക് എപ്പോഴും ഇമ്പോർട്ടന്റ്. ബിസിനസ്സും ക്യാഷും ഒക്കെ നമുക്ക് പിന്നെ ആണെങ്കിലും ഉണ്ടാക്കാം. അപ്പൊ ഇത് വേർത്തായിരിക്കും. യെസ്, വളരെ സന്തോഷം. നമുക്ക് വളരെ മനോഹരമായിട്ട് ഇത്രയും നേരം സംസാരിക്കാൻ കഴിഞ്ഞു. നമ്മുടെ ഈ ഒരു ഇൻ്റർവ്യൂ കണ്ടുകൊണ്ടിരുന്ന എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മളെ ഇനിയുള്ള ലൈഫിൽ ഡിസിഷൻസ് എടുത്ത് മുന്നോട്ട് പോകാം. മാറ്റിവെക്കുന്ന കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ഈ പറഞ്ഞ പോലെ 10 days വീഡിയോ ചലഞ്ച് ചെയ്യുക, ആക്ഷൻസ് എടുക്കുക, മുന്നോട്ട് പോകാം. നമ്മൾ സക്സസ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ കൂടുമ്പോൾ നമ്മളും ഓട്ടോമാറ്റായിട്ട് സക്സസ് ആകും എന്നുള്ളതാണ്. സോ ദോഷി എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ഇനിയും നമുക്ക് ഇതുപോലെയുള്ള ഹോളോ ഫ്രെയിംസിലേക്ക് വരണം. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ 1 CR അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഗെയിം. അതിൽ 3 കാര്യങ്ങളാണ്. ഒരു ഫ്രീഡം ഫിനിഷർ ആകുക. ഇപ്പോൾ നിലവിൽ ഫ്രീഡം ഫിനിഷറാണ്, ഹോളോ ഫ്രെയിം. ഇനി ഒരൊറ്റ ഇതും കൂടെ ഉള്ളൂ 1 CR അച്ചീവ് ചെയ്യുക. അത് ചിലപ്പോൾ ഒരു 1 yearലായിരിക്കാം, ചിലപ്പോൾ 2 yearലായിരിക്കും. പക്ഷേ ഇറ്റ്സ് പോസിബിൾ. കാരണം നമ്മുടെ കൂടെ ഒത്തിരി പേര് ചെയ്യുന്നുണ്ട് ഓട്ടോമേഷൻ്റെ പവറിലൂടെ. സോ അങ്ങനെ ചെയ്യുകയും അതിനോടൊപ്പം ഒരു 10% നമ്മൾ നമുക്കുള്ളതല്ല എന്ന് വിചാരിച്ച് മാറ്റിവെക്കുന്ന ശീലവും, അത് ചാരിറ്റബിൾ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി പേരെ സഹായിക്കാൻ കഴിയും. അങ്ങനെ ഒരു മനോഹരമായിട്ടുള്ളൊരു നാട്ടിലെ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. മനോഹരമായിട്ടുള്ളൊരു സൊസൈറ്റി നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ കഴിയും. സോ അതിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് മുന്നോട്ട് പോകാം. ഇനിയും ഇതുപോലെ ഇൻ്റർവ്യൂസിൽ നമുക്ക് ഒരുമിച്ച് കൂടാനായിട്ട് കഴിയട്ടെ. അതോടൊപ്പം ഓഫ്ലൈൻ മീറ്റിങ്ങിൽ കാര്യങ്ങളിൽ നേരിട്ട് നമുക്ക് മീറ്റ് ചെയ്യാം. വളരെ സന്തോഷം ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതിൽ. തീർച്ചയായിട്ടും സാർ, ഓഫ്ലൈൻ മീറ്റിംഗ് ഞാൻ നോക്കിയിരിക്കുകയാണ്. എന്റെ സർജറി വരെ പോസ്റ്റ്പോൺ ചെയ്തിട്ട് 16th കഴിഞ്ഞ് എന്റെ സർജറി ചെയ്യുള്ളൂ എന്നാണ് ഞാൻ വീട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഓഫ്ലൈൻ മീറ്റിംഗിൽ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് അതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അത് കാണാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ ഓഫ്ലൈൻ മീറ്റിംഗിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് തന്നെയായിരുന്നു നമ്മുടെ മീറ്റിംഗ് നടന്നത്. അപ്പൊ ഇപ്രാവശ്യം ഗ്രാൻഡ് ഹയത്തില് നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനെ കാണാനും എല്ലാവരുടെയും അച്ചീവ്മെന്റ്സ് കാണാനും അങ്ങനെ ഇൻസ്പയർ ആവാനും അടുത്ത ആക്ഷൻസ് സാറ് പറഞ്ഞ പോലെ നെക്സ്റ്റ് ടാർഗറ്റിലേക്കുള്ള ആക്ഷൻസ് എടുക്കാനും തീർച്ചയായിട്ടും ഞാൻ ട്രൈ ചെയ്യും. ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും എൻ്റെ വക നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ബൈ. താങ്ക് യു ദോഷി. ബൈ.